ടർമറിക് അഥവാ മഞ്ഞൾ. നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പൈസ് ആണല്ലേ മഞ്ഞൾ. ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മഞ്ഞളിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും കൺസ്യൂമറും എക്സ്പോർട്ടറുമാണ് ഇന്ത്യ എന്ന രാജ്യം. ഗോൾഡൻ സ്പൈസ് എന്നറിയപ്പെടുന്ന കുർക്കുമ ലോക, അതായത് മഞ്ഞളിന്റെ പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും കൾട്ടിവേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും മഞ്ഞൾ കർഷകരുടെ ഇൻകം എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ലോഞ്ച് ചെയ്ത ഒരു സ്ഥാപനമാണ് നാഷണൽ ടെർമറിക് ബോർഡ്. ഇന്ത്യയിലെ തന്നെ മേജർ ടെർമറിക് പ്രൊഡ്യൂസിംഗ് റീജിയനായ തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടെർമറിക് ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ആരംഭിച്ച ബോർഡുകളുടെ എണ്ണം 6 മാറുന്നുണ്ട്. ടീ, കോഫി, റബ്ബർ, സ്പൈസസ്, ടൊബാക്കോ എന്നീ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റ് ബോർഡുകൾ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ആക്ടിന്റെ പിൻബലത്തോടെ വന്നതല്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഈ ബോർഡിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പരിശോധിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ചെയർമാനും മറ്റംഗങ്ങളായി ആയുഷ് മന്ത്രാലയം, ഫാർമസ്യൂട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും ഇവയ്ക്ക് പുറമെ ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീനിയർ റെപ്രസെന്റേറ്റീവ്സ് റൊട്ടേഷണൽ ബേസിസിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നുവെന്ന് കാണാം. ബോർഡിന്റെ ഫംഗ്ഷൻസിനെ ഇൻഡെപ്തായി നോക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ട്രേഡ് പോളിസിയാണ്. ഇന്ത്യൻ ടെർമറിക്കിന്റെ ഈൽഡ് ഉയർത്താൻ വേണ്ടിയിട്ടും അതേപോലെ മറ്റു മാർക്കറ്റുകളിലേക്ക് ടെർമറിക് ട്രേഡ് വളർത്താൻ വേണ്ടുന്ന ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ തുടങ്ങിയ കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസി ഫോർമുലേഷനുകളിൽ വർക്ക് ചെയ്യാൻ ഈ ബോർഡിന് സാധിക്കുന്നു. 2030 നമ്മുടെ ടെർമറിക് എക്സ്പോർട്സ് $1 ബില്യൺ ലെവലിലേക്ക് ഉയർത്താനാണ് ഈ ഒരു ബോർഡ് ലക്ഷ്യം വെക്കുന്നത്. മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഡക്ട്സും അതിലേക്ക് വാല്യൂ അഡീഷനും കൊണ്ടുവരാനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും മറ്റ് സഹായങ്ങളും ഈ ഒരു ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ടെർമറിക് പ്രൊഡക്ഷന്റെയും എക്സ്പോർട്ടിന്റെയും ക്വാളിറ്റിയും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്യാൻ സാധിക്കുമെന്നും ഇവിടുത്തെ ഫാമേഴ്സിന്റെയും ഫുഡ് പ്രൊഡ്യൂസിംഗ് ഏജൻസീസിന്റെയും കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മുൻപ് പറഞ്ഞ പോലെ ഗ്ലോബൽ പ്രൊഡക്ഷന്റെ 75% പ്രൊഡക്ഷൻ നിർവഹിക്കുന്ന ഇന്ത്യ എന്ന രാജ്യം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 30ഓളം വെറൈറ്റി മഞ്ഞളുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രധാനമായും മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് മഞ്ഞൾ കൃഷിയിൽ മുന്നോട്ട് നിൽക്കുന്നത്. ഇവയിൽ മേഘാലയയിൽ നിന്നുള്ള ലക്നൌ ടെർമറിക്, ഒഡീഷയിൽ നിന്നുള്ള കന്ധമാൾ ടെർമറിക്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഈറോഡ് ടെർമറിക്, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നുള്ള അർമോ ടെർമറിക് തുടങ്ങിയവയൊക്കെ GI ടാഗുള്ള മഞ്ഞളുകൾ കൂടിയാണ്. ഗ്ലോബൽ എക്സ്പോർട്ട് മാർക്കറ്റിന്റെ 62% ഇന്ത്യയിൽ നിന്നുള്ള മഞ്ഞൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഈ മഞ്ഞളിന്റെ കുറച്ച് ശാസ്ത്രം പറഞ്ഞാൽ ജിഞ്ചർ ഫാമിലി, ജിഞ്ചിബറേസിയേ ഫാമിലിയിൽ വരുന്ന കുർക്കുമ ലോക എന്ന ഈ പ്ലാന്റ് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഡെവലപ്മെന്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. മഞ്ഞളിന്റെ പ്രധാനമായ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കുർക്കുമിൻ എന്ന കണ്ടന്റ് ആണ്. മഞ്ഞളിന്റെ മഞ്ഞ നിറം കൊടുക്കുന്നതും ഈ കുർക്കുമിനാണ്. കുർക്കുമിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനും ബൈൽ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.